ഇന്ന് നമുക്ക് ഈ ക്യൂട്ടായിട്ടുള്ള മിനി ബുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ആദ്യം തന്നെ എൻ്റെ കയ്യിൽ പേജ് തീരാറായിരിക്കുന്ന ഒരു ബുക്കിൽ ആ ബാക്കി വന്ന പേജ് ഞാൻ ജസ്റ്റ് ഈ ഒരളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനെല്ലാം ഒരേ അളവിൽ ഒന്ന് അടുക്കി എടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ രണ്ട് സൈഡിലും ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് പശ തേച്ച് അതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ആ ഗ്യാപ്പിൽ ഞാൻ ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിൽ പശ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേപ്പർ ഇതിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ബുക്ക് ബൈൻഡ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കാർഡ്ബോർഡ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം ബോർഡ് എടുക്കാം. അതിൽ ഞാൻ ഇങ്ങനത്തെ രണ്ടളവിൽ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് വേറൊരു ഡിസൈനും ചെയ്യാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസ് ഇതിലേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബുക്ക് പൊതിയുന്ന പോലെ ഇത് ജസ്റ്റ് ഒന്ന് പശ തേച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബുക്കിന്റെ പേപ്പേഴ്സ് ഇതിലൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ മിനി ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കുറച്ചുകൂടി ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടി കണ്ടോ ഈ ഡെക്കറേഷൻ ഒക്കെ കാട്ടി കൂട്ടിയിരിക്കുന്നത്. ഇത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.